ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും പുറത്തായ ജെസ്സിലിൻ്റെ ആദ്യത്തെ പ്രതികരണം വീട്ടിലെ കണ്ടസ്റ്റൻസിനെ കുറിച്ചുള്ളത്. ആദ്യം പറഞ്ഞത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്നു സാമ്പാറെന്ന് അനീഷിനെയാണ് പറഞ്ഞത്. അനീഷിനെ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ് ഒപ്പിക്കും, ഒരു കാര്യം പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങനെ ആ സ്റ്റോർ റൂമിൽ ഓടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ്. രണ്ടാമത് നീ എവിടെ പരിപാടി അവതരിച്ചാലും ഇതാണല്ലോ വിധിയെന്ന് പറഞ്ഞത് അനിമോളെയാണ്. അനിമോൾ എപ്പോൾ ടാസ്ക് ചെയ്താലും വിജയിക്കത്തില്ല, ഇതുവരെ അനിമോൾ ടാസ്കിലൊന്നും വിജയിച്ചിട്ടില്ല എന്നാണ് ജെസ്സിൽ പറഞ്ഞത്. അടുത്തത് സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം എന്ന് പറഞ്ഞത് ഷാനവാസിനെയാണ്. ഷാനവാസ് നല്ലൊരു മാസ് പ്ലെയറാണ്, ഓരോ കണ്ടൻറ് ഉണ്ടാക്കി അവതരിപ്പിക്കാൻ അറിയാം, അഭിനയിക്കാൻ അറിയാമെന്നാണ് പറഞ്ഞത്. അടുത്തത് എന്താ വടോ വാര്യരെ നന്നാവാത്തെന്നുള്ളതിന് സാബുമാനെയാണ് പറഞ്ഞത്. സാബുമാൻ ഇതുവരെ എങ്ങനെ കളിക്കണമെന്നോ ഒന്നും അറിയത്തില്ല, നാളെ ആവട്ടെ എന്നും പറഞ്ഞിരിക്കുകയാണ്. ഒരു ഗെയിമും സാബുമാൻ അറിയത്തില്ല, അവിടെ ചുമ്മാ നിൽക്കുകയാണ്, പ്രേക്ഷകരുടെ സപ്പോർട്ടും ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ പവനായ ശവമായി ലക്ഷ്മിയാണ് പറഞ്ഞത്. കാരണം ലക്ഷ്മിക്ക് ഒന്നും അറിയത്തില്ല, പക്ഷെ എന്തൊക്കെയോ അറിയാമെന്നുള്ള ഭാവമാണ്. വല്ലവരും പറയുന്നത് കേട്ടിട്ട് അതിനെ കയറി പിടിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ നടന്നിട്ട് അവസാനം കുരുക്കി തന്നെ പെടുന്ന അവസ്ഥയാണ് ലക്ഷ്മിയുടെ എന്നാണ് ജസ്മിയെക്കുറിച്ച് പറഞ്ഞത്. അടുത്തത് പറഞ്ഞത് നീ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ, ഞാൻ വലുതായിട്ട് വരാമെന്ന് പറഞ്ഞത് അക്ബറിനെയാണ്. അക്ബറിനെ ഞങ്ങളുടെ നല്ല ബെസ്റ്റ് ഫ്രണ്ടാണെങ്കിലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ചെറിയ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അതെടുത്ത് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാനും ആര്യനും അക്ബറിനെ അങ്ങനെ വിശ്വസിക്കത്തില്ല, പക്ഷേ ഞങ്ങൾ ഫ്രണ്ടാണെന്നാണ് പറഞ്ഞത്. പിന്നെ പ്രേക്ഷകരോട് 64 ദിവസം നിർത്തിയതിന് നന്ദി പറഞ്ഞ്, പിന്നെ ഹൗസിലുള്ള കാര്യങ്ങൾ ടാസ്ക് ഒന്നും ഇല്ലാത്തപ്പം ഭയങ്കര ബോറാണ്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ബാക്കി